ഡിയേഴ്സ്, ഇന്ന് ഒരു സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. എൻ്റെ ഹസ്ബൻഡ് കുറേ നാളായിട്ട് വെയിറ്റ് ചെയ്തിരുന്ന ദിവസമാണ് ഇന്ന്. April 24. മിക്കവാറും ഡാൻസിനെ ഇഷ്ടപ്പെടുന്നവരും പാട്ടിനെ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ അറിയാൻ പറ്റുന്നൊരു ദിവസമാണെന്ന് കരുതുന്നത് ഇത്. ഇന്നപ്പോൾ April 24 നമ്മുടെ ലെജൻഡ് മൈക്കിൾ ജാക്സൻ്റെ മൂവിയായ മൈക്കിൾ റിലീസാവുന്ന ദിവസമാണ് ഇന്ന്. അപ്പം ഹസ്ബൻഡ് അത് കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് ഇരിക്കുകയായിരുന്നേ ആള്. അപ്പോൾ ഇന്ന് രാവിലെ ഒന്നും പുള്ളിക്കാരന് പോകാനുള്ള ടൈം കിട്ടിയില്ല. അപ്പോൾ ഇന്ന് രാത്രിയിലത്തേക്കുള്ള ഷോ ഞാൻ ബുക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ. രാത്രി 10:15 കേട്ടോ മൂവി സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ആൾ എന്തായാലും ഇപ്പോൾ പോകാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു തിരക്കിലാണ്. ആളുടെ മുഖത്തുള്ള ആ ഒരു സന്തോഷം എന്തായാലും നമുക്കൊന്ന് നോക്കാമേ. നന്ദു എവിടെ പോണ്? സിനിമയ്ക്ക്. ഏത് സിനിമയ്ക്ക്? സിനിമ April 24 മൈക്കിൾ ജാക്സന്റെ. എന്റെ ജീവിതത്തിൽ 2 പ്രാവശ്യം, ഒറ്റ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് സിനിമ കാണാൻ. അത് ദിസ് ഈസ് ഇറ്റ് 2009. അതും മൈക്കിൾ ജാക്സന്റെ. മൈക്കിൾ ജാക്സൺ മരിച്ച സമയത്തുള്ള ട്രിബ്യൂട്ട് മൂവിയായിരുന്നു. റിഹേഴ്സൽസ് എല്ലാം കൂടെ കൂട്ടി ഇണക്കി ഒരു സിനിമ ഉണ്ടാക്കിയതായിരുന്നു. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ ഒറ്റയ്ക്ക് കാണാൻ പോവുകയാണ്. അതും മൈക്കിൾ ജാക്സൺ 2026. എത്ര വർഷമായി? 10-15 വർഷം കഴിഞ്ഞില്ലേ? 15 വർഷമായി. അന്ന് എന്ത് എക്സൈറ്റ്മെന്റിലാണോ ഇന്നും അതിനേക്കാളും വലിയ എക്സൈറ്റ്മെന്റിലാണ്. അന്ന് പഠിക്കായിരുന്നു. വെയിറ്റ് ചെയ്ത് കാത്തത്. അതൊക്കെ ഞാൻ ഇനി പറയാം, റിവ്യൂ ചെയ്യാൻ. ഞാൻ സിനിമ കാണട്ടെ. നമ്മളും കൂടെ വരാൻ വേണ്ടിട്ട് ഇരിക്കുകയായിരുന്നു, പക്ഷെ കൊണ്ടുപോയാൽ ശരിയാവൂല, എനിക്ക് കാണാൻ പറ്റൂല. പിന്നെ ആളുകൾക്ക് ഒരു ഡിസ്റ്റർബൻസ് ആയിരിക്കും. കുറെ നേരം ഇരിക്കാനും പറ്റൂല അവളെ കണ്ട്. സിനിമ സ്റ്റാർട്ട് ചെയ്യണം. ഞാൻ ഇപ്പൊ ഒരു ഡാൻസ് ക്ലാസ് കഴിഞ്ഞിട്ട് വന്ന വരവാണ്. വന്ന് കഴിച്ച് ഞാൻ ഇറങ്ങാൻ പോവാണ്. നോക്കാം. അപ്പൊ എന്തായാലും മൈക്കിൾ ജാക്സന്റെ സിനിമ കാണാൻ പോവല്ലേ? ഒരു 3 നോക്കിട്ടിട്ട് പോവും. അങ്ങനെ ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. ഗ്രീൻ ഫീൽഡ് എത്തി. ഞാൻ മുകളിലോട്ട് കയറാൻ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അവിടെ ചെന്നിട്ട് ആദ്യം ചെയ്തത് ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞ് നോക്കിയപ്പോൾ എൻ്റെ ഫ്രണ്ടിൽ തന്നെ ജാക്സൺ നിപ്പുണ്ട്. കുറച്ച് കഴിഞ്ഞ് കയറി. ഒരു 10 മണി 10:15 ആയപ്പോൾ തുടങ്ങി. ഇതാണ് ഇൻട്രോ ടൈറ്റിൽസ് കാണിക്കുന്നത്. ഫുൾ രോമാഞ്ചിഫിക്കേഷൻ ആയിരുന്നു, അടിപൊളിയായിരുന്നു. എല്ലാം കഴിഞ്ഞ് എല്ലാവരും പോയി. 12:30 തീർന്നപ്പോൾ. എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൻ്റെ ഒരു റിവ്യൂ ഞാൻ ഉടനെ ഇടുന്നതാണ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.